ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമുക്കിന്നൊരു കിടിലൻ മാങ്ങാച്ചാർ തയ്യാറാക്കിയാലോ. ഇപ്പോൾ മാങ്ങയുടെ സീസണൊക്കെ അല്ലേ, അപ്പോൾ മിക്കവരുടെയും വീട്ടിലൊക്കെ മാങ്ങയൊക്കെ കാണത്തില്ലേ. അപ്പോൾ അതാ നമുക്കിതുപോലെ ഒന്ന് അച്ചാർ തയ്യാറാക്കി നോക്കാം. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ അതാ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ അതാ മാങ്ങയൊക്കെ നമ്മൾ എടുത്തിട്ടുണ്ട്. നമ്മുടെ ഇതാ പിഞ്ച് മാങ്ങയാണ് എടുത്തിരിക്കുന്നത്. അതിൻ്റെ കുരുവൊന്നും മുറ്റിയിട്ടില്ല. നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇത് പുളിപ്പില്ലാത്ത മാങ്ങയാണ്, അത്യാവശ്യം പുളിപ്പ് മാത്രമേ ഉള്ളൂ, നല്ല പുളിപ്പൊന്നും ഇല്ലാത്ത മാങ്ങയാണ്. അപ്പോൾ ഇതാ ഇതുപോലെ ചെറുതായിട്ടാണ് മാങ്ങ നമ്മൾ കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. ഇനി നമുക്കിതിനകത്ത് ഉപ്പിട്ട് കൊടുത്ത ശേഷം ഒരു 10 മിനിറ്റ് നമുക്കിതൊന്ന് മാറ്റി വയ്ക്കാം. അപ്പോൾ ഇനി നമുക്ക് മാങ്ങാച്ചാർ ഇട്ട് തുടങ്ങാം. ഒരു ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട്. അത് നന്നായിട്ടൊന്ന് ചൂടായി വന്നതിന് ശേഷം നമുക്ക് നല്ലെണ്ണ ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ നമ്മളിന്ന് അച്ചാർ തയ്യാറാക്കാൻ പോകുന്നത് നല്ലെണ്ണയിലാണ്. അപ്പോൾ അതാ നല്ലെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ എണ്ണ നന്നായിട്ട് ചൂടായി വന്നതിന് ശേഷം നമുക്കതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം. അപ്പോൾ കടുക് നന്നായിട്ടൊന്ന് പൊട്ടി വരട്ടെ. അപ്പോൾ ഇതാ കടുകൊക്കെ നന്നായിട്ടൊന്ന് പൊട്ടി തുടങ്ങിയിട്ടുണ്ട്. കടുകെല്ലാം ഒന്ന് പൊട്ടി വന്നതിന് ശേഷം നമുക്കതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും അതുപോലെ തന്നെ പച്ചമുളകും ചതച്ചതാണ് അതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് ചേർത്തെടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് മൂത്ത് വരുന്നവരെ നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കണം. ഇനി നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതാ കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് വേണം നമ്മളിതൊന്ന് ഇളക്കി കൊടുക്കാൻ. അപ്പോൾ ഇതൊക്കെ നന്നായിട്ടൊന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. 1 സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. സാധാ മുളക് പൊടിയാണ് ചേർത്ത് കൊടുത്തത്. ഇനി നമുക്ക് അച്ചാർ പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ അത് അച്ചാർ പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അച്ചാർ പൊടിയും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഈ പൊടിയുടെയൊക്കെ ഒരു പച്ച മണം മാറി വരുന്നവരെ നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് കായവും കൂടെ ഇട്ട് കൊടുക്കാം. അപ്പോൾ അത് ആ കായപ്പൊടിയും കൂടെ കുറച്ച് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് മാങ്ങ തട്ടിക്കൊടുക്കാം. അപ്പോൾ അത് ആ മാങ്ങയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. ഈ മാങ്ങയിൽ നമ്മുടെ അരപ്പ് നന്നായിട്ട് പിടിച്ച് വരുന്നതുവരെ ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ അത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട്. മാങ്ങ ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. ഇത് നമുക്കിതിലേക്ക് കുറച്ച് വിനാഗിരിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അല്പം വിനാഗിരി മാത്രമേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ. അപ്പോൾ ഇതാ കുറച്ച് വിനാഗിരിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതാ നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള മാങ്ങാച്ചാർ ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ ഫീഡ്ബാക്ക് അറിയിക്കാനും മറക്കല്ലേ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. ഇതുപോലുള്ള വീഡിയോസുമായിട്ട് ഇനിയും കാണുന്നവരെ ബൈ ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ്.